അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലമായിട്ട് അർമേനിയയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ അർമേനിയയെക്കുറിച്ചുള്ള ഒരു നല്ല ഭാഗങ്ങളും ഭൂരിഭാഗം ആൾക്കാരും സംസാരിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെപ്പോഴും ഈ നെഗറ്റീവ് മാത്രമാണ് അവരുടെ ചുറ്റുപാട് നിൽക്കുന്നത്. അവരെപ്പോഴും നെഗറ്റീവ് മാത്രമായിരിക്കും ചിന്തിക്കുക, പറയുക, എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിരുന്നത് ജനറൽ വർക്ക്, അതായത് അൺസ്കിൽഡ് ലേബേഴ്സായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അത് പല ഏജൻറ്റ് പല രീതിക്ക് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇവിടെ ലക്ഷങ്ങൾ കിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണ് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് പറ്റിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ ഒരേ ഒരു ഫീൽഡായിരുന്നു നമ്മുടെ ഡ്രൈവിംഗ് ഫീൽഡായിട്ടുള്ളത്. അതായത് ഇവിടെ യാൻഡെക്സ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സി കമ്പനിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ടാക്സി സർവീസിൽ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ടാക്സി ഡ്രൈവറായിട്ട് ടാക്സി ഓടായിരുന്നു. ഇതുപോലുള്ള ഒരു ഒപ്പൽ ഒക്കെ നമുക്കൊരു കുറഞ്ഞ റേറ്റിനൊക്കെ കിട്ടുമായിരുന്നു. തുടക്കത്തിൽ ഇവിടെ ഒപ്പലിൻ്റെ വണ്ടിക്കൊക്കെ റേറ്റിന് റെൻറ്റ്, ഒരു ദിവസത്തെ റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി റെൻറ്റ് വളരെ കുറവായിരുന്നു. തുച്ഛമായ പൈസ മാത്രമേ ഡെയിലി റെൻ്റ് ഉള്ളായിരുന്നു. പിന്നീട് ഇത് ഏജൻറ്റ്സ് ഇടപെട്ട് ഏജൻറ്റുമാരുടെ ഒരു പ്രോഫിറ്റ് വേണ്ടിയിട്ട് ഇവരിത് ഡെയിലി റെൻറ്റ് കൂട്ടി പറയുകയും ഇവർ വണ്ടികൾ മേടിച്ചിട്ടിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇന്ത്യൻസിൻ്റെ ഒരു തള്ളിക്കറ്റം കാരണം ഈ ഡ്രൈവിംഗ് അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ വണ്ടി എടുത്ത് ഓടാൻ തുടങ്ങി. അർമേനിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമേനിയ ഒരു വലിയ രാജ്യമല്ല, കൊച്ചൊരു രാജ്യമാണ്. സിറ്റി അപ്പോൾ ഏരവാനാണ് എൻ്റെ ക്യാപിറ്റലായിട്ടുള്ള സിറ്റി. അപ്പോൾ ഏരവാനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരവാനിൽ വന്നിട്ട് ഒരുപാട് വണ്ടികളാണ്. അപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ സിഗ്നലുകൾ കാര്യങ്ങൾ നമ്മൾ കണ്ണ് ഇമയ്ക്കുന്ന സമയം കൊണ്ട് ആ സൈഡിൽ നിന്നൊക്കെ ഓരോരുത്തർ വന്നിങ്ങനെ ഇടയിലൊക്കെ കയറി വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവറെന്ന് അഭിപ്രായപ്പെടുന്നവർ ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒന്നാമത് ലെഫ്റ്റ് ഹാൻഡ്, പിന്നെ മാനുവൽ ഗിയറാണ് നമുക്ക് ഒപ്പലിൽ നിന്ന് കൂടുതലും വരുന്നത്. പിന്നെ ഇതിലുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ, ഫസ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയറും വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഗിയർ പ്രോപ്പറായിട്ട് ഇടാതിരിക്കുക, ഇത് വീഴാതിരിക്കുക, കസ്റ്റമറിനെയും കൊണ്ടുവച്ച് വണ്ടികൾ ആക്സിഡൻ്റ് ആവുക, പിന്നെ ട്രാഫിക്കിൽ ഇവർക്ക് എങ്ങനെ ഓടിക്കേണ്ടത്. നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് സിഗ്നലൊന്നും മാനിക്കാൻ അവർക്ക് അറിയത്തില്ല. അവരങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായി. അതിൻ്റെ കൂടെ ഈ ഡ്രിങ്ക്സ് ഇവിടെ നമുക്ക് മദ്യം വളരെ തുച്ഛമായ പൈസക്കൊക്കെയാണ് മദ്യം കിട്ടുന്നത്. അപ്പോൾ ഇവരിത് വാങ്ങി കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഇവിടെ അത്യാവശ്യം കുടിച്ചുകൊണ്ടൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ് കൂടുതലും. അങ്ങനെ പോലീസ് പിടിച്ചാലും അവരൊരു ബിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിടും. അപ്പം ഇതിങ്ങനെ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ വണ്ടിയിൽ കയറുന്ന കസ്റ്റമേഴ്സൊക്കെ വന്നിട്ട് ഭയങ്കര ഈച്ച ശല്യമാണ് ഇവിടെ. സമ്മർ ആയതുകൊണ്ട് തന്നെ ഈച്ചകളൊക്കെ തലപൊക്കി ഇറങ്ങിയിരിക്കുകയാണ്, ഭയങ്കര ശല്യവന്മാരെ കൊണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഡ്രിങ്ക്സൊക്കെ അടിച്ചിട്ട് ഇവർ വെള്ളമൊക്കെ അടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഇവർ പല്ലിക്കത്തില്ല, കുളിക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. മലയാളികൾ എവിടെ ചെന്നാലും മലയാളികളുടെ വൃത്തിയാണല്ലോ പ്രശ്നം. അപ്പോൾ ഈ പയ്യന്മാർ ഫിറ്റായിക്കൊണ്ട് ഈ ഒരു വണ്ടി ഓടിക്കാൻ തുടങ്ങി. അവസാനം പ്രശ്നമായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തുടങ്ങി. ഇന്ത്യൻ ഡ്രൈവറാണെന്നും പറഞ്ഞ് കംപ്ലയിൻറ്റുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. യാൻഡെക്സ് എന്ന് പറയുന്ന കമ്പനി അർമേനിയയിൽ ഡ്രൈവേഴ്സിൻ്റെ ഇതങ്ങ് നിർത്തലാക്കി. അവർ ഇന്ത്യൻ ലൈസൻസ് ഉള്ള എല്ലാവരെയും ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നല്ല പ്രൊഫഷണലായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുന്ന ഹെവി ഡ്രൈവർമാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലോണം വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാസ വരുമാനം ഒരു 1,00,000 രൂപയുടെ അടുത്ത് നന്നായിട്ട് എടുത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, നഗ്ന സത്യമാണ്, അതൊരു പോസിറ്റീവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാശ് കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ ഈ അർമേനിയൻ ഡ്രൈവിൽ തന്നെയായിരുന്നു. സോ അപ്പോൾ എന്താ പറയുക, പിള്ളേർ വന്നിട്ട് മെനുവിൻ്റെ ഡെലിവറി പോയാണെന്ന് കണ്ടില്ലേ. യവന്മാരും വെറും മൈരന്മാരാണ് കേട്ടോ. യവന്മാർ പല ഡയലോഗൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇന്ത്യക്കാരാണെന്നൊക്കെ കാണുമ്പോഴത്തേക്ക് വെറുതെയൊക്കെ നമ്മളിങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോവും. നമ്മൾ മൈൻഡ് ചെയ്യരുത്, ഓടാ മൈരേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പോൾ അങ്ങനെ അവസാനം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡ്രൈവേഴ്സിനെ എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് എല്ലാം ബ്ലോക്ക് ചെയ്ത് നിർത്തി. അപ്പോഴത്തേക്ക് ഇങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങളാണ് വന്നത്. ഓക്കെ, ഇതേ അടുത്തൊരുത്തം വരുന്നുണ്ട്. ഇനി അവൻ എന്താണ് പറയുന്നത്? Du är spaatwerop. Tja, bro. Tja. Nou, det är bara vinden, sa vi. Baluses.
സോ അവന്മാരിപ്പോൾ വന്നിട്ട് ചോദിച്ചിട്ട് പോവുകയാണ്. അവന്മാർ പിസ്സ കൊണ്ടുവന്നു അതൊക്കെ ചോദിച്ചുകൊണ്ട് പോയി. ചിലപ്പോൾ ഏതെങ്കിലും ഡെലിവറി ബോയ്സിനെ കാത്ത് നിൽക്കുകയായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് തെറിക്കുക. ഇല്ലെങ്കിൽ അവന്മാർ വന്നിട്ട് ഇനിയിപ്പം ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് ഇട്ട് വെറുപ്പിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൈസിന് അങ്ങോട്ട് മൂവ് ആവാം. അപ്പോൾ എനിക്കൊന്ന് ഓടി തുടങ്ങണം. ഞാൻ ഇന്ന് ഓടിയിട്ടില്ല, ഇന്ന് ലേറ്റായിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഞാനിനിയിപ്പോൾ വണ്ടി എടുത്ത് ഞാൻ എന്തായാലും ഇത് വണ്ടി വാഷ് ചെയ്യാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇടാം. ഓക്കെ. അപ്പോൾ അതെ, ഞാനിത് കട്ട് ചെയ്ത് വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇത് ഒരുപാട് വലിച്ച് നീട്ടി കൊണ്ടുപോകേണ്ടി വരും. എന്തിനാ എത്രയും വലിച്ച് നീട്ടുന്നത്? അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ മെഷീനുണ്ട്. നമ്മൾ ആ ഈസി പേയിൽ വന്നിട്ട് ഈസി പേ എന്നാണ് ഈ ഗ്രീൻ കളറിൽ ഇരിക്കുന്ന ഈസി പേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് അതായത് ഞാൻ ഓടുന്ന ഈ ആൻഡെക്സ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ കമ്മീഷനാണ്, അതായത് ഏജൻറ്റ് കമ്മീഷനാണ്. അതായത് ആ സബ് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആ ഒരു ഓഫീസിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ നമ്മൾ അവരുടെ നമ്മുടെ ഐ ഡി ഉണ്ടല്ലോ, ഈ വണ്ടിയോടെ നമുക്കൊരു ഐ ഡി തരും. ആ ഐ ഡിയിൽ നമ്മൾ ഇതേപോലെ കമ്മീഷൻ 2000 ഡ്രാംസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ കമ്മീഷൻ പിടിച്ചുകൊണ്ടിരിക്കും. ഓരോ റൈഡിനനുസരിച്ചാണ് കമ്മീഷൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഞാൻ വാഷിങ്ങിന് പോവുകയാണ്. വാഷിങ്ങിൻ്റെ അവിടെ എത്തിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഇത് ഒരുപാട് നീണ്ടു പോകും വീഡിയോ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാ രീതിയിൽ കൂടെ ചെയ്യാം. നമ്മുടെ മൊബൈൽ റീചാർജ്, നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇടണമെങ്കിൽ അങ്ങനെ വരുന്നൊരു സ്കീം വരുന്നൊരിതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ടാക്സിയുടെ ഇതിലേക്ക് ക്യാഷ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷനാണ് അത് വരുന്നത്. അപ്പോൾ ടാക്സി സർവീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരുപാട് കമ്പനീസ് ഇവിടെ ഉണ്ട്. ടാക്സി കമ്പനീസായിട്ടുള്ളതാണ് ഇതൊക്കെ വരുന്നത്. ഗ്ലാമർ, വൈഗോ, ടാക്സി, ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അതിൽ നമ്മുടെ കമ്പനിയുടെ ഇതാണ്, പേരൊന്നുമില്ല, നമ്മുടെ കമ്പനി. ഇനി നമുക്ക് ഐ ഡി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ഡി അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഡ്രാംസ്, എന്താ പറയുക, അർമേനിയൻ ഡ്രാംസ്. അപ്പോൾ നമ്മുടെ പേര് ഇവിടെ ഇങ്ങനെ വരും. നമുക്കത് നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് ഇവിടെ ക്യാഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് കമ്മീഷനൊന്നും വരുന്നില്ല. അത് കണ്ടോ, അപ്പോൾ അതിവിടെ ഫില്ലാവുകയും ചെയ്യും. കണ്ടോ, 1000, പിന്നെ അടുത്ത 1000 ഇട്ടു. ഇതിനൊക്കെ സീറോ കമ്മീഷനാണ് വരുന്നത്. നമുക്ക് എക്സ്ട്രാ കാശൊന്നും ആഡ് ചെയ്യേണ്ട. മറ്റുള്ള പല മെഷീനിലും കമ്മീഷനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെസിപ്റ്റ് വേണ്ടല്ലോ, ആവശ്യമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ. അപ്പം അക്കൗണ്ടിലേക്ക് നമുക്ക് ഈ ഏജൻറ്റ് കമ്മീഷനാണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. അപ്പോൾ നമ്മൾ വാഷിംഗ് സെൻറ്ററിലെത്തി. ഇതാണ് ഇവിടെ ഈ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വണ്ടി വാഷിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടച്ചുറപ്പുള്ള ഒരു ഇതിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ പടക്കുതിര അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഒരു സെറ്റപ്പ്. നമുക്ക് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന വണ്ടി നിർത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ കോയിൻസാണ് ഇവിടെ നമുക്ക് അക്സെപ്റ്റബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് കോയിൻസ് ഇട്ടിട്ട് നമുക്ക് ഇത് ഇവിടുത്തെ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ജൂറ്, അതായത് വെള്ളം, ഫോം, പിന്നെ ഇത് 2 ഓപ്ഷൻ എനിക്ക് തന്നെ അറിയത്തില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ആയിട്ടുള്ളത് 100-ൻ്റെയും 200-ൻ്റെയും 500-ൻ്റെയും കോയിൻസാണ്. അപ്പോൾ ഇതാണ് ആ കോയിൻസ്. ഇത് വന്നിട്ട് 100 ആൻഡ് 200. അപ്പോൾ അതാണ് കോയിൻസ്. ഇത് വന്നിട്ട് വെള്ളത്തിൻ്റെയും, അതാണ് നമുക്ക് ഫോമിൻ്റെ. ഇപ്പം ഞാൻ ഫോമൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഇന്നലെ തന്നെ ഒന്ന് വാഷ് ചെയ്തതായിരുന്നു. എന്തായാലും ഇന്ന് ഈവനിങ് മഴയായിരിക്കും. ഇവിടെ മോസ്റ്റ്ലി സമ്മറായി കഴിഞ്ഞാൽ മഴയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് വാഷ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വാഷിങ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഒന്ന് വാട്ടർ വാഷ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തുടയ്ക്കണം. ആ ഒരു ഇത് മാത്രമേ ഇനി ഉള്ളൂ. കണ്ടില്ല, വണ്ടി ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം പഠിത്തവും വിവരവും ഒന്നുമില്ലെങ്കിൽ തന്നെയും അവർക്ക് വൃത്തി വേണം. അവർ വണ്ടിയൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് നോക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ വണ്ടി എപ്പോഴും നല്ല വൃത്തിയായിട്ട്, വണ്ടിയിൽ പൊടിയോ പൊട്ടോ കാര്യങ്ങളോ ഒന്നും ഇരുന്നാൽ അവർക്ക് പിടിക്കില്ല. അപ്പോൾ അവർക്കെപ്പോഴും വണ്ടി നീറ്റായിരിക്കണം, വണ്ടിയുടെ ആകെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിരിക്കണം, ഇങ്ങനെയുള്ളൊരു സ്കീമാണ്. ആ ഇതിലേക്കാണ് നമ്മൾ ഇന്ത്യക്കാർ വന്നപ്പോഴത്തേക്ക് അവർ വന്നിട്ട് ഈ വണ്ടിയുടെ ക്ലീനിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ എന്താ പറയുക, വണ്ടി തട്ടും മുട്ടും ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ മടുത്തതാണ്. അങ്ങനെയാണ് അവർ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടക്കം. ഇതിൻ്റെ തുടക്കമെല്ലാം അങ്ങനെയാണ്. വണ്ടിക്ക് ക്ലീനല്ല, വണ്ടി വൃത്തിയില്ല, വണ്ടി ശ്രദ്ധിച്ചോട്ടിച്ചില്ല, ഇന്ത്യക്കാർക്ക് ഭയങ്കര സ്മെല്ലാണ്. അതിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. എൻ്റെ പൊന്നു, അവന്മാരെ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ മറ്റുള്ള രാജ്യക്കാരെ സഹിക്കുന്നത്? ആ ഒരു തമ്പാക്ക് ഇതൊക്കെ ഇവന്മാർ എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് തന്നെ അറിയത്തില്ല. ഇവന്മാർ ഇതെല്ലാം കൂടെ ചവച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിരുന്നാൽ അവർക്ക് ഇതിൻ്റെ സ്മെല്ല് സഹിക്കുമോ? ഇല്ല. എന്നിട്ടോ അത്രയ്ക്ക് അവർ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഓടുന്ന വണ്ടിയല്ല.
ഇതെൻ്റെ മൂന്നാമത്തെ വണ്ടിയാണ്. അപ്പോൾ ഇത് ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ചെറിയ വണ്ടിയിലേക്ക് മാറിയത്. ഞാൻ ആദ്യം ഓടിച്ചുകൊണ്ടിരുന്നത് വലിയ വണ്ടിയാണ്, നമ്മുടെ നിസാൻ്റെ മിനി വാൻ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു 8 സീറ്റർ വണ്ടിയായിരുന്നു ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. അതിന് എനിക്ക് നല്ല ഓട്ടവും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ ആൻഡെക്സ് നമ്മുടെ ഐ ഡിയൊക്കെ ബ്ലോക്കായി, ഫുള്ള് പ്രശ്നമായി. ഇന്ത്യൻ ലൈസൻസുകാരുടെ ഐ ഡി എല്ലാം ബ്ലോക്കാക്കി. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം ഇപ്പോൾ എങ്ങനെ ഓടിക്കുന്നതെന്നുള്ളത്. അതൊക്കെ കുറച്ച് ഇതിലൂടെ ആർമീനിയൻസിൻ്റെ ഹെൽപ്പിലൂടെയൊക്കെ നമ്മൾ ഐ ഡിയൊക്കെ വേറെ രീതിക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഓടുന്നത് തന്നെ. കാരണം ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത്. സത്യം പറയാമല്ലോ, നമുക്ക് ഇവിടെ മറ്റുള്ള ഒരു ജോലിക്ക് നമുക്കിവിടെ നല്ല കാശ് കിട്ടില്ല. പക്ഷേ നമ്മളൊരു ഡ്രൈവറാണോ, നല്ലൊരു ഡ്രൈവറാണോ, നമുക്കതിൽ കാശ് വരും. അതാണ്. അപ്പോൾ അർമേനിയയിൽ വന്ന് പെട്ടവരാരും അർമേനിയയുടെ നല്ല വശങ്ങൾ പറയാറില്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞത്. ഞാണ്ടല്ലേ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പോകുന്നുണ്ട്, സംഭവം കാണാനൊന്നും പറ്റുന്നില്ല, ഇതിലേക്ക് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്കീം. നല്ലതിനെക്കുറിച്ച് ആരും പറയാറില്ല. ഇതിൽ നല്ലൊരു വരുമാനമുണ്ട്, നമുക്ക് ടാക്സ് കൊടുക്കുക ഉണ്ടെങ്കിൽ നല്ല വരുമാനമുണ്ട്. നമ്മൾ ചെക്കൻ്റെ വാഷൊക്കെ കഴിഞ്ഞു, ഒന്ന് തുടച്ച് ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഞാൻ ഇനിയിപ്പം വണ്ടി ഓടാൻ തുടങ്ങുക. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 3 മണിക്ക് ശേഷമൊക്കെ ഇറങ്ങാറുള്ളൂ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് നമുക്ക് ഓടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എന്താ പറയുക, ഒരു 3 മണി 2 മണി ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ട് ഒരു 12-1 മണി വരെയൊക്കെ നിൽക്കും. അപ്പോൾ യാൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയായിരുന്നു നല്ലൊരു ഡ്രൈവർമാർക്ക്. ഇതാരും എവിടെയും പറയത്തില്ല, കാരണം എല്ലാവർക്കും നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാൻഡെക്സിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നുള്ള കാശ് അന്നന്ന് കയ്യിൽ വരികയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് ഓടിയാലും നമുക്ക് കയ്യിലാണ് കാശ് വരുന്നത്. അപ്പോൾ എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിൽ വരുന്ന കാശ് നമ്മൾ അന്ന് തന്നെ തീർക്കും. നമ്മളതിലൊരു മിച്ചം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സ്കീം ഇവിടെ വരുന്ന ആർക്കും തന്നെ ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാവരും വന്നിട്ട് ഒരു ദിവസം കിട്ടുന്ന വരുമാനം ഈ വണ്ടിയുടെ റെൻറ്റ് പോക, ബാക്കി വരുന്നത് എങ്ങനെയാണോ അവരത് വെക്കത്തില്ല കയ്യിൽ, അവരത് തീർക്കും. പിന്നെ ഇവിടെ പാതിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, ആരും ഓട്ടിക്കില്ല വണ്ടി. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ചിലവരുണ്ട്, ചില പയ്യന്മാരൊക്കെ ഇവിടെ നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് നല്ല കാശ് എടുത്തിട്ടുള്ള പയ്യന്മാരെ എനിക്കും അറിയാം. ഞാനും ഓടുന്നുണ്ട്. ഞാനൊരു ദിവസം എങ്ങനെ പോയാലും നമ്മുടെ നാട്ടിൽ ഒരു 4000-5000 രൂപയ്ക്ക് ഓടും. അതിൽ നമ്മുടെ വണ്ടിയുടെ റെൻ്റെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാശ് നമ്മളെ കയ്യിൽ വരും. കമ്മീഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാശ് നമ്മളെ കയ്യിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും നെഗറ്റീവ് പറയുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല എന്നാണ് പറഞ്ഞത്. നല്ല രീതിക്ക് ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ പെർമിറ്റ് ലൈസൻസ് എടുത്തിട്ട് നമുക്കിവിടെ വണ്ടി ഓടായിരുന്നു. നല്ല രീതിക്ക് വണ്ടി ഓടിക്കൊണ്ടിരുന്നതാണ്. അത് ഇല്ലാതാക്കിയത് ഇന്ത്യൻസ് തന്നെയാണ്. കാരണം കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുക, ആക്സിഡൻറ്റ് ഉണ്ടാക്കുക, ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഓടിപ്പോവുക, എല്ലാം മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് കേട്ടിട്ടാണ്. ഇവിടെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരിട്ട് നന്നാവത്തുമില്ല, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുകയും ചെയ്യും. ഇപ്പോൾ ഈ പറയുന്ന ഐ ഡി തന്നെ ഞാനിപ്പം വേറൊരാളിൻ്റെ ഐ ഡി എടുത്തിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു അർമേനിയൻ ഐ ഡി വെച്ചാണ് ഓടിക്കൊണ്ടിരുന്നത്. അവർ മാസം കാശ് മേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ട് അതിന് ശേഷം ഇപ്പോൾ നമ്മളിപ്പം സ്വന്തമായിട്ട് ഐ ഡി തന്നെയാണ് നമ്മളിപ്പോൾ ഓടാനുള്ളൊരു നമുക്ക് ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ വാഷിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി CNG, ഇവിടെ പെട്രോളല്ല കേട്ടോ, ഇവിടെ ഏറ്റവും കൂടുതൽ CNG LPG ആണെന്ന് അടിച്ചാണ് ഓടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അതാണ് CNG ടാങ്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ CNG ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 2000 ഡ്രാംസ് കമ്മീഷനായിട്ട് ആഡ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു 3000 ഡ്രാംസ്, ടോട്ടൽ ഒരു 5000 ഡ്രാംസ്, അതായത് ഒരു 900, നാട്ടിലെ ഒരു 950 വരെയാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ എനിക്കൊരു 3 ഓർഡർ അടിച്ചു. അതിൽ ഒരെണ്ണം ക്യാൻസലായി, കസ്റ്റമർ വന്നിട്ടില്ല. അപ്പോൾ 2 ഓർഡർ എടുത്തു. ഏകദേശം 2500 ഡ്രാംസിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിൽ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 300-400 ഡ്രാംസ് കമ്മീഷൻ പോയിട്ട് ബാലൻസ് 2000 ഡ്രാംസ് നമ്മളിതിൽ കാണും. അതെല്ലാം ഞാൻ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതെല്ലാം ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനോ ഇവിടെ വരുന്നവരെല്ലാവരും മോശം പറയുന്നത് കൊണ്ട് പോസിറ്റീവ് ആക്കാനോ അങ്ങനൊന്നുമല്ല. എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയണം. ഒരുപാട് നാളായിട്ട് ഞാൻ ഇത് കേൾക്കുന്നുണ്ട്, എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് ഞാൻ അർമേനിയയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, എടാ നിനക്ക് എന്താണ് പ്രശ്നം, നീ അവിടെ ഏജൻറ്റ് കളിക്കണോ, നീ അവിടെ കമ്മീഷൻ അടിക്കണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഇല്ല ഞാനിങ്ങനെ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഞാനിങ്ങനെ ടാക്സി കമ്പനിയിലാണ് വണ്ടിയാണ് ഓടുന്നത്. എടാ അതിലൊന്നും ബെനിഫിറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ, പ്രോഫിറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ചാനലിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ പിന്നെ എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞ് ഞാനങ്ങ് ഇതായിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ എല്ലാവരും അറിയട്ടെ, എല്ലാവരുടെ അടുത്തും പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഓക്കെ, സോ ഗായ്സ് ഇപ്പോൾ ഇരുട്ടിയിട്ടുണ്ട്.
പക്ഷേ ഇവിടെ കണ്ടോ നല്ല അടിപൊളി ബ്ലോക്കാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തർ ഇവിടെ നിന്ന് പാലത്തിൽ നിന്ന് താഴെ ചാടുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം ഇതിപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഇതിങ്ങനെ സംഭവിക്കുന്നത് നാട്ടിലെ എല്ലാവരും കൂടി നിൽക്കുന്ന നാട്ടിലെ ആംബുലൻസ് എല്ലാം വന്ന് നടക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഓട്ടോ അവസാനിപ്പിച്ചു. ഇന്നത്തെ ഓട്ടോ അവസാനിപ്പിച്ചിട്ട് ഞാനിപ്പോൾ റൂമിൽ വന്നിരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ നേരത്തെ തന്നെ ഞാൻ ഇന്നത്തെ ഓട്ടോ എല്ലാം തീർത്തിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ളൊരു ഇതിടാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെ ഇതാണ് യാൻഡെക്സ് മാപ്പിൻ്റെ ഒരു നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പർപ്പിൾ കളർ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണൂലേ, ഈ പർപ്പിൾ കളർ എന്ന് പറയുന്നത് നമുക്ക് പീക്ക് ടൈമാണ് കാണിക്കുന്നത്. അതായത് ഈ പർപ്പിൾ കളറിനുള്ളിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓരോ ഓർഡറിനും നമുക്ക് കിലോമീറ്റർ കുറവായിരിക്കും, നമുക്ക് ബോണസോട് കൂടി നമുക്ക് ഓർഡറുകൾ കിട്ടും. അതായത് ഒരു ഓർഡറിന് 1300 ഡ്രാംസ് 1500 ഡ്രാംസ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടില്ലേ, ഞാനിപ്പോൾ ഓൺലൈനല്ല ഞാൻ ഓഫ്ലൈനിലായിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇന്നത്തെ ഞാൻ റൈഡ് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ നിങ്ങളിത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഈ ഇടത്തെ സൈഡിൽ മേല് ഒരു ഇതേ കണ്ടില്ലേ +5 എന്ന് എഴുതിയിട്ട് ബിസി എന്ന് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അതായത് അത് എനിക്ക് കസ്റ്റമർ തരുന്ന എൻ്റെ റേറ്റിങ്ങിനനുസരിച്ചാണ് എനിക്കിത് കൂടുന്നത്. അതായത് കസ്റ്റമർ നമുക്ക് തരുന്ന റേറ്റിംഗ് എന്താണോ അത് അതിൽ കാണുകയും ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കൗട്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. ഇതിലുള്ളൊരു സ്കീം ഇതാണ്. അപ്പോൾ നമ്മൾ ഈ പർപ്പിൾ കളറിനുള്ളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ കൂടുതൽ കിട്ടുകയും നമുക്ക് കുറഞ്ഞ കിലോമീറ്ററിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഡർ അടിക്കും. അതിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ഓർഡറിന് ഞാൻ പറഞ്ഞത് ഓർക്കണം, ഓരോ ഓർഡറിന് നമുക്ക് അടിക്കുന്നത് 1000 മുകളിലായിരിക്കും, 1000 ഡ്രാംസിന് മുകളിലായിരിക്കും നമുക്ക് അടിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 5000 ഡ്രാംസ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ 1000 രൂപയാണ്. അപ്പോൾ ഒരു ട്രിപ്പിന് നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പർപ്പിൾ കളറുള്ള സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ട്രിപ്പിന് നമുക്ക് 1000 ഡ്രാംസിന് മുകളിലാണ് നമുക്ക് ഓർഡർ അടിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ദേ ഇപ്പോൾ താഴെ ഇതിനടുത്ത ഫോട്ടോയിൽ ഞാനിത് കാണിക്കുകയും ചെയ്യാം. ദേ അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഫോട്ടോയിൽ എനിക്കിപ്പോൾ വന്ന ഒരു ഫസ്റ്റ് ഓർഡറിൻ്റെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്നത്. അതായത് എനിക്ക് വന്ന ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഞാൻ ആ പർപ്പിൾ കളറുള്ള ഏരിയയിലാണ് നിൽക്കുന്നത്. അതായത് പീക്കായിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നത്, സിറ്റിയുടെ അടുത്ത്. അപ്പോൾ സിറ്റി എന്നല്ല നോൺ സിറ്റി എല്ലായിടത്തും നമുക്ക് ഈ പർപ്പിൾ കളറ് പീക്കിനനുസരിച്ച്, അതായത് ഒരുപാട് പേര് ടാക്സി ബുക്ക് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ പീക്ക് ഏരിയ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പം ഇതെൻ്റെ ഫസ്റ്റ് ഓർഡറാണ് എനിക്ക് അടിച്ചത്. ഓക്കെ, ഇത് കണ്ടില്ലേ 900 മീറ്റർ 3 മിനിറ്റത്തെ ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ. എനിക്ക് വന്നിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് 1300 ഡ്രാംസിൻ്റെ ഓർഡറാണ് എനിക്ക് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നമുക്ക് ബോണസ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 500 ഡ്രാംസ് ആണ്. 500 ഡ്രാംസിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, നമുക്ക് കുറഞ്ഞ കിലോമീറ്റർ 900 മീറ്റർ പോയി കഴിഞ്ഞാൽ എനിക്ക് 3 മിനിറ്റ് കൊണ്ട് അവർക്ക് മീഡിയം ഡിസ്റ്റൻസ് പിക്കപ്പ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഓർഡറിൽ നമ്മൾ പർപ്പിൾ കളറിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ നമുക്ക് അടിക്കുന്നത് 1300 ഡ്രാംസ് ആണ്. ഓക്കെ, ഇതിന് ശേഷം ഞാനിപ്പോൾ അടുത്ത ഫോട്ടോ ആഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് വന്ന അടുത്ത ഓർഡറുകൾ ഞാൻ നിങ്ങൾക്ക് അടിക്കുന്നതായിരിക്കും. കാരണം ഞാൻ ഇവരെ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇവരധികം ദൂരത്തല്ല, തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഞാൻ ഇവരെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ എനിക്ക് അടുത്ത ഓർഡറും വരും. ഈ നമ്മൾ ഒരു കസ്റ്റമറിനെ പിക്കപ്പ് ചെയ്ത് അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയി നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതിനും 1 കിലോമീറ്റർ മുമ്പ് വെച്ച് തന്നെ നമുക്ക് അടുത്ത ഓർഡർ പ്ലേസ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു സ്കീം അങ്ങനെയാണ്. നമുക്ക് നിർത്താനേ സമയം കിട്ടത്തില്ല. നമ്മളെ നാട്ടിൽ ഓട്ടോറിക്ഷ എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ ടാക്സീസ് എന്ന് പറയുന്നത്. അതും പീക്ക് ടൈമിൽ ടാക്സികൾ ഇവിടെ കിട്ടത്തില്ല. ഇവിടെ അർമീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അവർ ടാക്സി ഓടിക്കത്തില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മളെ ഇന്ത്യൻ ഡ്രൈവേഴ്സിന് ഇവിടെ കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നത്. അത് നശിപ്പിച്ചത് ഇന്ത്യക്കാർ തന്നെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നതുമില്ല. അപ്പോൾ ഈ പറഞ്ഞത് ഇനി അടുത്ത 2 ഫോട്ടോസും കൂടെ ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ദേ കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ഓർഡറായിരുന്നു എനിക്ക് അടിച്ചത്. ഇത് മീഡിയം ഡിസ്റ്റൻസാണ് കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും 1.3 കിലോമീറ്ററിന് അപ്പുറം നിൽക്കുന്ന കസ്റ്റമറിനെ ഞാൻ പോയി എടുക്കണം. 6 മിനിറ്റ് ടൈമാണ് എനിക്കുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഡ്രാംസിലാണ് നമുക്ക് തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ഓർഡറാണ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു 1300-ൻ്റെ ഓർഡർ എടുത്തതിന് ശേഷം അവരെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വന്നപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതായിരുന്നു ഇതും. അപ്പോൾ കണ്ടില്ലേ, ഇത് 1000 ഡ്രാംസിൻ്റെ ഓർഡറാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം നമ്മൾ
സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈകുന്നേരം കൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ 1000 രൂപ ആകാൻ വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ 5000 റംസിന് ഓടിയാൽ നമ്മുടെ നാട്ടിൽ 1000 രൂപ കിട്ടും. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. അപ്പോൾ 5 ട്രിപ്പ് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ 1000 ആയി. അപ്പോൾ ഒരു ദിവസം നിങ്ങളൊന്ന് ചിന്തിക്കുക, 10 മണിക്കൂർ നമ്മൾ വണ്ടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡറിൻ്റെ പുറത്ത് ഈ പർപ്പിൾ കളർ ഇതെല്ലാം ഇപ്പോഴും വരുന്നില്ല, പക്ഷേ ഈ പർപ്പിൾ കളർ അല്ലാത്ത സമയത്ത് നമുക്ക് 1000 ഡ്രാംസിൻ്റെ മേലെ ഓർഡർ അടിക്കും. ചെറിയ ചെറിയ ഓർഡറുകളും വരും, ചിലപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇങ്ങനെയുള്ള ഓർഡറുകളും വരും. അതിനൊക്കെ വലിയ എമൗണ്ട് ഒന്നും കാണത്തില്ല, ചെറിയ ചെറിയ എമൗണ്ടുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ തൊട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് എത്ര രൂപ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഓക്കെ, ഒരിക്കലും ഇതിൻ്റെ നല്ല വശങ്ങളൊന്നും ആരും ഇത്രയും ക്ലാരിഫൈ ആയിട്ട് നിങ്ങൾക്കിത് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് തന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായത്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ. അതാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് വരാതിരിക്കാം. അതൊന്നും ഞാൻ ഇതാക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ ഇത്രയും നാളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. ഇതിൽ വണ്ടിയുടെ റെൻറ്റ് പോയി കഴിഞ്ഞ് വണ്ടിയുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് കയ്യിൽ വരുന്നുണ്ട്. ആ വരുന്ന എമൗണ്ട് മാറ്റി വയ്ക്കാനുള്ളൊരു കാര്യപ്രാപ്തി ഇവിടെ വന്ന ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ ട്രിപ്പ് എനിക്ക് വന്നതാണ്. 1100 ഡ്രാംസ്. ഇതും നിങ്ങൾക്ക് കാണാം, പർപ്പിൾ കളറിനുള്ളിൽ തന്നെയായിരുന്നു നിന്നിരുന്നത് ഞാൻ. 200 ഡ്രാംസ് തന്നെയാണ് ഇതും സ്റ്റാർട്ടിങ്. പക്ഷേ 800 മീറ്റർ മാത്രം പോയാൽ മതി, 2 മിനിറ്റ്സ് പിക്കപ്പാണ്. അപ്പോൾ അടുത്ത ഒരാളിനെ ഡ്രോപ്പ് ചെയ്യുന്ന ഉടനെ തന്നെ എനിക്കിത് വന്നു കഴിഞ്ഞു, അടുത്ത ഓർഡറും കിട്ടി. അപ്പോൾ 3 ഓർഡറിന് മാത്രമേ ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല റഷായി. അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഓട്ടം കിട്ടുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഇത് കാര്യമാക്കിയില്ല. ഈ 3 സ്ക്രീൻഷോട്ട് മതിയല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എടുക്കാൻ. ചിലർ വന്നിട്ട് ചോദിക്കുക, അതെന്താ ബാക്കിയുള്ളതൊന്നും എടുക്കാൻ, ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കാമായിരിക്കാം, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഇത്രയും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വൈകുന്നേരത്താണ് ഓടാൻ ഇറങ്ങിയത് എന്ന്. വൈകുന്നേരം ഓടാൻ ഇറങ്ങി എനിക്ക് ഈ നേരം വരെ നിന്നപ്പോഴത്തേക്ക്, അതായത് ഞാൻ അധികം നേരം നിന്നില്ല, ഞാനൊരു 11:30-12 മണി വരെ മാത്രമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ഏകദേശം 4500 രൂപയുടെ ഓട്ടം ഞാനത് ഫിനിഷ് ചെയ്തു. അതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാവിലെ ഇട്ട 2000 ഡ്രാംസ് കമ്മീഷനും 3000 നമ്മുടെ ഗ്യാസിനും സ്പെൻഡ് ചെയ്തത് കഴിഞ്ഞാൽ 1000 രൂപയാണ് ഞാനതിൽ എക്സ്പെൻസ് ആയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 3000 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയ ബെനിഫിറ്റാണ്. ഓക്കെ, അതിൽ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, വണ്ടിയുടെ റെൻറ്റും പോയി കഴിഞ്ഞാൽ എനിക്ക് 2000 രൂപ എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഈവനിങ് ആണ് ഇറങ്ങുന്നത്, 2000 രൂപ എൻ്റെ കയ്യിൽ തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അർമേനിയയെക്കുറിച്ച് ആരും പറയാത്തൊരു സൈഡ്. അത് ഞാനിപ്പോൾ എടുത്തു കാട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്കീം. എല്ലാവരും നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് ഇവിടെ തടങ്ങി വെച്ചു എന്ന് പറഞ്ഞു, അതൊക്കെ ചെയ്യുന്നവരുണ്ട്, ഞാനില്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അതേസമയം ഇവിടെ വന്ന് മാന്യമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ രാജ്യത്തിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ള ആരെങ്കിലുമൊക്കെ വന്നിട്ട് കുറച്ച് പോസിറ്റീവ് പറയണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. അർമേനിയയിൽ നടന്നിട്ടുള്ളത്, അർമേനിയയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അർമേനിയ വന്നു കഴിഞ്ഞാൽ അർമേനിയയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ന്യൂസും കൂടെ എല്ലാവരും കൂടെ ഇങ്ങനെ പരത്തി വിട്ടിട്ടുണ്ട്. അർമേനിയയിൽ വന്നാൽ കുടുങ്ങി പോവാം, അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള. തീർത്തും അത് ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല. അർമേനിയയിൽ വരുന്നവർക്ക് അർമേനിയ റെസിഡൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ എംബസി മുഖാന്തരം പല യൂറോപ്യൻ കൺട്രിയിലേക്കും പോവാം. എന്തിനധികം പറയുന്നത്, ഇവിടുത്തെ USA എംബസി വഴി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഇറാൻ ഇറാഖിലൊക്കെ ഉള്ളവരൊക്കെ വന്നിട്ട് അർമേനിയയിലുള്ള എംബസി വഴിയാണ് അമേരിക്കൻ വിസ അപ്ലൈ ചെയ്ത് അമേരിക്കയിലേക്ക് പോകുന്നത്. ഇവിടുത്തെ എംബസി മുഖാന്തരം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കൂടുതൽ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. 10 വർഷത്തേക്കുള്ള വിസ തന്നെ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെ എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നെഗറ്റീവ് വരാം, പോസിറ്റീവ് കമൻറ്റ്സ് വരാം, ഒരുപാട് വരാം. എന്നിരുന്നാലും അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാനങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കുന്ന ആളല്ല.
ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഫേസ് റിവീൽ ചെയ്യാത്തതും കാര്യങ്ങളൊക്കെ. അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് അറിയില്ല, ചിലപ്പോൾ ഞാൻ വീഡിയോ ഫേസോട് കൂടി ചെയ്യാതിരിക്കുക, എനിക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്ന ഞാൻ ഇനിയും കൂടുതൽ വീഡിയോകൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ ഗുഡ് നൈറ്റ്.